ഏത് ഏജ് വരെ ഈ ഒരു അഡിനോയിഡക്ടമി സജസ്റ്റ് ചെയ്യും? അതിൽ ഏറ്റവും വലിയ തമാശ ഇപ്പം ആസ് എ ENT സർജൻ ഞാൻ എൻ്റെ അഡിനോയിഡും ടോൺസിലക്ടമിയും എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ സെക്കൻഡ് ഇയറിലാണ് ചെയ്തത്. ചെയ്തതിന് കാരണം തന്നെ എൻ്റെ HOD ഞാൻ ഓപ്പറേറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഇടയ്ക്ക് വന്നിങ്ങനെ നോക്കും, ഇത് ഉറങ്ങുവാണോ, കൂർക്കം വലിക്കുന്ന ശബ്ദം ഉണ്ടല്ലോ. ഞാൻ ആ അഡിനോയിഡിന്റെയും ടോൺസിൽസിന്റെയും വലിപ്പം കാരണം ഉണർന്നിരിക്കുമ്പോഴും ചെറിയൊരു ശബ്ദം ഉണ്ടാവും. അപ്പം പുള്ളിക്കാരി പറഞ്ഞു, അതെ ഒരു ENT സർജൻ ആയിട്ട് ഉണർന്നിരിക്കുമ്പോൾ കൂർക്കം വലിക്കുന്ന നിന്നെ കണ്ടിട്ട് എങ്ങനെ പേഷ്യൻസ് നിന്റെ അടുത്ത് വരും? അപ്പൊ ഇതിന് ചെയ്യുന്നതിനൊരു ഏജ് ലിമിറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇഫ് ദർ ഇസ് എ സിംറ്റം വിച്ച് റിക്വയർസ് ഒരു സൊല്യൂഷൻ നമുക്ക് ചെയ്യാം. ആശ പറഞ്ഞ ആ ഏജ് ഗ്രൂപ്പിലെ കുട്ടികളുടെ കാര്യത്തിൽ ഒന്ന് ഡെന്റൽ കറക്ഷൻ വേണ്ടി വരും. ഡെന്റൽ കറക്ഷന് നമ്മൾ പ്രൈമറി പ്രശ്നം എന്താണോ അത് സോൾവ് ചെയ്യാതെ ഡെന്റൽ കറക്ഷൻ ചെയ്താൽ പിന്നെ ഇവര് വാ തുറന്ന് ശ്വാസം എടുക്കും, ഇത് പിന്നെയും തെറ്റും. അപ്പം അൾട്ടിമേറ്റ്ലി നമ്മൾ ഫസ്റ്റ് എന്താണോ ഇത് ഉണ്ടാക്കാനുള്ള കാരണം അതിനെ ട്രീറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കറക്ഷന് പോകുന്നതാണ് ഐഡിയൽ. അപ്പം ഇതിനൊരു ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞ് ഞാൻ പറയില്ല. പക്ഷെ നമ്മൾ യൂഷ്വലി മെഡിക്കൽ മാനേജ്മെന്റിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഒരു അപ് ടു 8 to 9 years നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുകൊണ്ടും പ്രശ്നം സോൾവ് ആയില്ലെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി സർജറിയിലോട്ട് നോക്കേണ്ടി വരും. കാരണം 8 to 9 years ഗുണം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഗ്രോത്ത് ഫേസ് കൂടുതലായിരിക്കും. അപ്പോൾ അഡിനോയിഡ് വളരുന്നില്ല, അഡിനോയിഡ് അതേ വലുപ്പത്തിൽ നിൽക്കും. കുട്ടി ഇതിനെ ഔട്ട്ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ സിംറ്റം ആദ്യം ഇതൊരു 70-80% ബ്ലോക്ക് ഉള്ള സാധനമാണെങ്കിൽ കുട്ടി വലുതാവുമ്പോൾ ഇതൊരു 50% ആയി റിലേറ്റീവ്ലി ഇതിന്റെ സൈസ് കുറയും. അപ്പം സിംറ്റം കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാതെ തന്നെ ചിലപ്പോൾ രക്ഷപ്പെടാം. പക്ഷെ അപ്പോഴും ഇതൊരു 80% ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ 90% ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ എടുത്തു കളയാതെ വേറൊരു സൊല്യൂഷൻ ഇല്ല. നേസൽ സ്പ്രേ ഡെഫിനറ്റ്ലി ആശ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് അലർജിയാണ്. അപ്പൊ നമ്മൾ അലർജി കൺട്രോൾ ചെയ്ത് കുട്ടിയുടെ സിംറ്റം മാറ്റാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് മതി. പക്ഷെ അലർജിയുടെ കൂടെ ഈ അഡിനോയിഡും കൂടെ ആവുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് സിവിയർ ആവുന്നത്. അപ്പൊ അലർജി, അപ്പം ചില പേരൻസ് ഇതുപോലെ ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഇതെടുത്ത് ഈ എസ്പെഷ്യലി എൽഡർ ചിൽഡ്രൻ, ഈ 13-12 വയസ്സുള്ള കുട്ടികളുടെ പേരൻസ് ചോദിക്കുന്നത് അഡിനോയിഡ് ഡോക്ടറെ എടുത്തു കളയാം, സ്പ്രേ നിർത്താൻ പറ്റുമോ? അപ്പം ഞാൻ യൂഷ്വലി അവരത് പറയാറ് അഡിനോയിഡ് എടുത്തു കളയാം, പക്ഷെ അലർജി എടുത്തു കളയാൻ പറ്റില്ല. കാരണം അലർജി നിങ്ങൾ പാരമ്പര്യമായിട്ട് ജനറ്റിക്കലി കൊടുത്തേക്കുന്ന സാധനമാണ്. ചുറ്റുപാടുമുള്ള പൊടിയും സാധനങ്ങളും എനിക്ക് ഒരു സർജറി ഇതൊന്നും മാറ്റിത്തരാൻ പറ്റില്ല. അപ്പോൾ അലർജിയുടെ ട്രീറ്റ്മെൻറ്റ് ഈസ് ഡിഫറെൻറ്റ്. നമ്മൾ ഈ സംസാരിക്കുന്ന അഡിനോയിഡ് ടോൺസിൽസ് അതെല്ലാം വേറെയാണ്. അലർജി വേറെ തന്നെ ഒരു സെഗ്മെന്റ് ആണ്.